കൊച്ചി തീരത്ത് അപകടമുണ്ടാക്കിയ കപ്പലിൽ സംയുക്ത പരിശോധന ആരംഭിച്ചു. അപകടമുണ്ടാക്കിയ കപ്പൽ ഇത് തന്നെയെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. പുറം കടലിൽ നിർത്തിയിട്ടിരിക്കുന്ന കപ്പലിലെത്തിയ സംഘത്തെ കപ്പിത്താൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യും. കസ്റ്റംസ്, മറൈൻ മെർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, DG ഷിപ്പിംഗ് എന്നിവരുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്. വിശദമായ പരിശോധന നടത്തുന്നതിനൊപ്പം ഡാറ്റ റെക്കോർഡർ പിടിച്ചെടുക്കുകയും ചെയ്യും. കപ്പിത്താൻ ഉൾപ്പെടെയുള്ളവരെ സംഘം ചോദ്യം ചെയ്യും. അപകടമുണ്ടാക്കിയ കപ്പൽ ഇതുതന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് ലക്ഷ്യം. കപ്പൽ ബോട്ടിൽ ഇടിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് കപ്പിത്താൻ. മാത്രവുമല്ല, മറ്റ് 7 കപ്പലുകൾ കൂടി അപകട പരിസരത്ത് അപകട സമയത്തുണ്ടായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. ഡാറ്റ റെക്കോർഡർ പിടിച്ചെടുത്ത് പരിശോധിക്കാനായാൽ ഇതടക്കമുള്ള സംശയങ്ങൾക്ക് ഉത്തരമാകും. ഒപ്പം ജീവനക്കാരെയും കപ്പിത്താനെയും ചോദ്യം ചെയ്യാനും സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനുണ്ടാവില്ല. അതിന് ചില അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടി വരും. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും വേണം. പനാമയിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ 2000-ലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 14.3 നോട്ടിക്കൽ മൈലാണ് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. വേഗപരിധി ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധനയിൽ വ്യക്തമാകും. കപ്പൽ കൊച്ചി തുറമുഖത്തിലെ ബെർത്തിലേക്ക് അടുപ്പിച്ച് പരിശോധന നടത്താനായിരുന്നു നീക്കമെങ്കിലും അത് തൽക്കാലം നടക്കില്ല. കൊച്ചി തുറമുഖത്തിന് ഇതിനാവശ്യമായ ആഴമില്ല എന്നതാണ് പ്രശ്നം. കപ്പലിന്റെ ഭാരം കുറച്ചാൽ മാത്രമേ ബെർത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയൂ. 30,000 മെട്രിക് ടൺ വളം കപ്പലിലുണ്ട്. ഇത് മറ്റൊരു കപ്പലിലേക്ക് മാറ്റി ഭാരം കുറയ്ക്കാനാണ് നീക്കം. എന്നാൽ സാങ്കേതികവും നിയമപരവുമായ ഒട്ടേറെ കടമ്പകൾ ഇതിനും കടക്കേണ്ടി വരും. എങ്കിലും തുടർ നടപടികൾക്ക് ഇന്നത്തെ പരിശോധന നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശ്രീവത്സം ഗ്രൂപ്പിന് ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ പേരിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് മുൻ ആഭ്യന്തര വകുപ്പിന് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. അതേസമയം ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കലടക്കമുള്ള നടപടികളിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലാണ് ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന ശ്രീവത്സം ഗ്രൂപ്പിനെതിരെയും അന്വേഷണം ഉയർന്നിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ഇവർക്കെതിരെ ആദായനികുതി വകുപ്പ് അന്വേഷണം നടക്കുന്നത്. ഇതിനിടയിലാണ് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് വസ്തു വാങ്ങുകയും ചില ബിനാമി ഇടപാടുകൾ നടത്തി വരുന്നതുമായ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ സ്ഥലം ഏറ്റെടുത്തതിന് പിന്നിലും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജ് തുടക്കം മുതൽ ഞങ്ങളത് പറഞ്ഞതാണ്. അവിടെ ഒരു ആശുപത്രി എന്നുള്ളതിനേക്കാൾ ഉപരി റിയൽ എസ്റ്റേറ്റ് വ്യാപാരമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെയും പിന്നിൽ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം ആദ്യം മുതൽ നിലനിൽക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം. അപ്പോൾ അത് സംബന്ധമായി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ കൂടി കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്, മുൻമന്ത്രിക്ക് ഇതിനകത്ത് പങ്കുണ്ട്. 25 അംഗ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് ഹരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പിന്നിലുള്ളത്. ഇതിൽ പലരും ബിനാമി ബന്ധമുള്ളവരാണെന്ന് ആരോപണവും ഉയർന്നിരുന്നു. ഇത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ശ്രീവത്സം ഗ്രൂപ്പും മുൻ മന്ത്രിയും തമ്മിലുള്ള ബന്ധം. സർക്കാർ ചെലവിൽ സ്വകാര്യ മേഖലയിൽ ആശുപത്രി പണിയുന്നതിനാണ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ലക്ഷ്യം വെച്ചിരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സൗദി അറേബ്യ അതിർത്തി അടച്ചതിനെ തുടർന്ന് ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന ഖത്തറിനെ സഹായിക്കാൻ ഇറാൻ രംഗത്ത് വന്നു. ഖത്തറിലേക്ക് 5 വിമാനങ്ങളിലായി 450 ടൺ പച്ചക്കറി അയച്ചതായി ഇറാൻ അറിയിച്ചു. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച ഗൾഫ് രാജ്യങ്ങളുമായി ഖത്തർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ സബാഹ് വീണ്ടും അറിയിച്ചു. സഹോദര രാജ്യങ്ങൾ ഉയർത്തിയ ആശങ്കകൾ ഖത്തർ മനസ്സിലാക്കുന്നുവെന്നും കുവൈറ്റ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഒരാഴ്ച പിന്നിടുന്ന ഖത്തർ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കുവൈറ്റ് അമീറിന്റെ നേതൃത്വത്തിലാണ് സജീവമായ ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി സൗദി അറേബ്യ, UAE ഭരണാധികാരികളുമായും ഖത്തർ അമീറുമായും കുവൈറ്റ് ഭരണാധികാരി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടെ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യങ്ങളിലെ പൗരന്മാരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുമെന്ന് ഖത്തർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദുബായ്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് ഫലം ഉടൻ പ്രസിദ്ധീകരിക്കാമെന്ന് സുപ്രീം കോടതി. ഫലം പ്രഖ്യാപിക്കുന്നത് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി അവധിക്കാല ബെഞ്ച് സ്റ്റേ ചെയ്തു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു. ഈ മാസം 26-നകം CBSE ഫലം പ്രഖ്യാപിക്കും. മെഡിക്കൽ പ്രവേശനത്തിനുള്ള ദേശീയ യോഗ്യതാ പരീക്ഷയായ നീറ്റ് ഫലപ്രഖ്യാപനം താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതി വിധി പൂർണ്ണമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിന്റെ ഉത്തരവ്. നീറ്റ് ഫലം CBSEക്ക് ഉടൻ പ്രസിദ്ധീകരിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നതും സുപ്രീം കോടതി തടഞ്ഞു.
ഈ മാസം 26 മുമ്പ് ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് CBSE കോടതി അറിയിച്ചു. നീറ്റ് പരീക്ഷയ്ക്ക് ഏകീകൃത ചോദ്യപേപ്പർ ആയിരുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ CBSE സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതോടെ ഫലപ്രഖ്യാപനം സംബന്ധിച്ച് നിലനിന്ന അനിശ്ചിതാവസ്ഥ സുപ്രീം കോടതി ഉത്തരവോടെ നീങ്ങും. ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത ചോദ്യപേപ്പറുകളാണെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലായിരുന്നു നേരത്തെ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എല്ലാ സംസ്ഥാനത്തും പരീക്ഷ നടത്തിയത് ഏകീകൃത രീതിയിലല്ലെന്നായിരുന്നു അന്ന് ഹർജിക്കാർ ആരോപിച്ചത്. പ്രാദേശിക ഭാഷയിലെ ചോദ്യക്കടലാസ് ഇംഗ്ലീഷ് ഭാഷയിലെ ചോദ്യക്കടലാസുകളേക്കാൾ എളുപ്പമുള്ളതാണെന്നായിരുന്നു പ്രധാന ആരോപണം. ഈ ആരോപണം CBSE തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും മദ്രാസ് ഹൈക്കോടതി ഫലം പ്രഖ്യാപിക്കുന്നത് സ്റ്റേ ചെയ്യുകയായിരുന്നു. അതേസമയം നീറ്റ് ഒഴിവാക്കി നിലവിലുള്ള സംവിധാന പ്രകാരം പ്രവേശനം നടത്താൻ അനുമതി നൽകണമെന്നാണ് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പൂർണ്ണമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജസ്റ്റിസ് CS കർണൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കോടതിയലക്ഷ്യ കേസിൽ അറസ്റ്റ് വാറന്റ് നേരിടുന്നതിനിടെയാണ് കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായ CS കർണൻ വിരമിച്ചത്. സുപ്രീം കോടതി 6 മാസം തടവിന് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണ് ജസ്റ്റിസ് കർണൻ. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ അപൂർവവും അസാധാരണവുമായ നടപടികൾക്ക് വഴിമരുന്നിട്ടാണ് ജസ്റ്റിസ് കർണൻ സർവീസ് അവസാനിപ്പിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി വക്കാലത്തെടുത്ത അഭിഭാഷകർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം ബാർ അസോസിയേഷന്റേതാണ് തീരുമാനം. വിവിധ കേസുകളിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ 9 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ബാർ അസോസിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളെ ചേരുന്ന അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ശാസ്തമംഗലം അജിത് കുമാർ, സജിത് കുമാർ, ഷഹാബുദ്ദീൻ കാര്യത്ത്, GS പ്രകാശ്, പേട്ട സനൽകുമാർ എന്നിവരുൾപ്പെടെ 9 പേർക്കെതിരെയാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ഇതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ ധാരണയായി. GST സംസ്ഥാനത്തിന് ഗുണകരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങൾക്ക് GST ഫലം ചെയ്യും. സാധനങ്ങളുടെ MRP നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് ജസ്റ്റിസ് KT തോമസിന്റെയും പിന്തുണ. UDFന്റെ മദ്യനയം ടൂറിസത്തെ തകർത്തുവെന്നും ജസ്റ്റിസ് KT തോമസ് അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ പ്രകീർത്തിച്ച് ദേശീയ ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം ലക്ഷ്യമിട്ട് കൈക്കൊണ്ട വിവേകപൂർവമായ തീരുമാനമാണ് പുതിയ മദ്യനയമെന്ന് ഹിന്ദുവിന്റെ മുഖപ്രസംഗം പറയുന്നു. മദ്യനയം ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കേസ് മുൻനിർത്തി താൻ MLA സ്ഥാനം രാജിവെക്കുന്നതായുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് മഞ്ചേശ്വരം MLA അബ്ദുൾ റസാഖ് പറഞ്ഞു. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കേസിൽ വിധി വരുമ്പോൾ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും ഇരുവരും അറിയിച്ചു. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുന്ന അനുയാത്ര പദ്ധതിക്ക് തുടക്കമായി. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപരാഷ്ട്രപതിയും ഗവർണർ ജസ്റ്റിസ് P സദാശിവവും അനുയാത്ര പദ്ധതിയെ മുക്തകണ്ഠം പ്രശംസിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മികവുറ്റ ഇന്ദ്രജാല പ്രകടനം ഏവരെയും അതിശയിപ്പിച്ചു. മനുഷ്യനെ കടിച്ചുകീറിക്കൊന്ന തെരുവ് നായ്ക്കളെ കൊന്നവർക്കെതിരെ സുപ്രീം കോടതിയുടെ നോട്ടീസ്. സംഭവത്തിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കും തെരുവ് നായ പീഡിത സംഘം പ്രവർത്തകർക്കുമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 17-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 7-നാണ് തെരുവ് നായ്ക്കൾ ചേർന്ന് വയോധികനെ കടിച്ചുകീറിക്കൊന്നതിനെ തുടർന്ന് പ്രദേശത്തെ ആക്രമണകാരികളായ നായ്ക്കളെ വധിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.